ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി വിശ്വാസികൾ. ക്രിസ്മസ് ദിനത്തിൽ ഡൽഹിയിലെ കത്തീഡ്രൽ ചർച്ച് ഓഫ് റിഡംഷൻ സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സദ്ഭരണ ദിനാചരണത്തോടനുബന്ധിച്ച് ഇന്ന് ലക്നൌവിലെത്തുന്ന പ്രധാനമന്ത്രി രാഷ്ട്രപ്രേരണാ സ്ഥൽ ഉദ്ഘാടനം ചെയ്യും. സദ്ഭരണത്തിന് പ്രാധാന്യം നൽകിയ മഹത് വ്യക്തിത്വമായിരുന്നു മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി എന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്ത് കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി അധ്യക്ഷ പദവികളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. മണ്ഡലപൂജയ്ക്ക് അയ്യന് ചാർത്താനുള്ള തങ്ക അങ്കി വഹിച്ചുള്ള രഥഘോഷയാത്ര തുടരുന്നു. നാളെ സന്നിധാനത്തെത്തും. കായിക പ്രേമികൾക്ക് ആവേശമായി ലോക ജേതാക്കളായ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം തിരുവനന്തപുരത്ത്. ശ്രീലങ്കയുമായുള്ള മത്സരം നാളെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. വാർത്തകൾ വിശദമായി. സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശവുമായി ക്രിസ്മസിനെ വരവേറ്റ് ലോകം. യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കുകയാണ് ക്രൈസ്തവ വിശ്വാസികൾ. ക്രിസ്മസ് ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ നോർത്ത് അവന്യൂവിലുള്ള CNI സഭയുടെ റിഡംഷൻ കത്തീഡ്രൽ ചർച്ച് സന്ദർശിച്ചു. രാവിലെ 8:30 ദേവാലയത്തിലെത്തിയ പ്രധാനമന്ത്രി കുർബാനയടക്കമുള്ള പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുത്തു. രാജ്യത്തിനും പ്രധാനമന്ത്രിക്കും വേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. കരോൾ ഗാനങ്ങൾ, സ്തുതിഗീതങ്ങൾ, ഡൽഹി ബിഷപ്പ് ഡോക്ടർ പോൾ സ്വരൂപ് പ്രധാനമന്ത്രിക്കു വേണ്ടി നടത്തിയ പ്രത്യേക പ്രാർത്ഥന എന്നിവ ചടങ്ങിൽ ഉൾപ്പെട്ടിരുന്നു. BJP കേരള അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ പ്രധാനമന്ത്രിക്ക് ഒപ്പമുണ്ടായിരുന്നു. സംസ്ഥാനത്തിന് അകത്തും പുറത്തും ദേവാലയങ്ങളിൽ പാതിരാ കുർബാനകളിൽ ആയിരങ്ങൾ പങ്കെടുത്തു. സിറോർ മലബാർ സഭ ആസ്ഥാനമായ കൊച്ചി സെന്റ് മൌണ്ടിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ തിരുപ്പിറവി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പാളയം സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ നടന്ന ക്രിസ്മസ് ദിന ശുശ്രൂഷകൾക്ക് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ നേതൃത്വം നൽകി. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ കർദിനാൾ മാർ ബെസേലിയോസ് ക്ലിമ്മീസ് ബാവ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ തിരുപ്പിറവി കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് വാരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ മാർ ജോസഫ് കളത്തിപ്പറമ്പിൽ നേതൃത്വം നൽകി. തിരുപ്പിറവിയുടെ സ്മരണകളുമായി വിശ്വാസികൾ ക്രിസ്മസ് ആഘോഷത്തിന്റെ തിരക്കിൽ. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം പകർന്ന് പള്ളികളിൽ നടന്ന പാതിരാ കുർബാനയിലും തിരുകർമ്മങ്ങളിലും നിരവധി പേർ പങ്കെടുത്തു. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. കണ്ണൂർ രൂപതയുടെ ഭദ്രാസന ദേവാലയമായ ബർണശ്ശേരി ഹോളി ട്രിനിറ്റി കത്തീഡ്രലിൽ ക്രിസ്മസ് പാതിരാ കുർബാനയ്ക്ക് കണ്ണൂർ രൂപത ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കന്തല മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്രിസ്മസ് പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും സന്ദേശമാണ് പകർന്നു നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. രാവിലെ ഇംഗ്ലീഷിലും മലയാളത്തിലും ബർണശ്ശേരി ഹോളി ട്രിനിറ്റി ദേവാലയത്തിൽ കുർബാനയുണ്ടായി. തലശ്ശേരി സെന്റ് ജോസഫ് കത്തീഡ്രലിൽ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ളാനി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൌതുക കാഴ്ച നിറച്ച് ക്രിസ്തുമസിനായി ഒരുങ്ങിയ ഒരു വീടുണ്ട് പത്തനംതിട്ട കോന്നി വെട്ടൂരിൽ. കാർത്തികപ്പള്ളി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചിത്രകലാ അധ്യാപകനായ പ്രിൻസ് എബ്രഹാമിന്റെ വീടാണ് ഇത്തരത്തിൽ പുൽക്കൂടായി ഒരുങ്ങിയിട്ടുള്ളത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. കുമ്പഴ വെട്ടൂർ അട്ടച്ചാക്കൽ റൂട്ടിൽ റോഡിന്റെ സമീപമായി സ്ഥിതി ചെയ്യുന്ന കുമ്പക്കാട് വീടാണ് ക്രിസ്തുമസിനായി പുൽക്കൂടായി മാറിയിരിക്കുന്നത്. ട്രോപ്പിക്കൽ ശൈലിയിൽ ചെയ്തിരിക്കുന്ന വീടിന്റെ മുൻപിൽ റോഡിനോട് ചേർന്ന് സാന്റയും മാനും ട്രെയിനും ഒക്കെ അണിനിരുന്നത് കണ്ടാൽ മറ്റൊരു ലോകത്തിലെത്തിയ അനുഭവമാണ് ഉണ്ടാവുക. ചെടിച്ചട്ടികൾ ഉപയോഗിച്ച് വലിയ ക്രിസ്തുമസ് ബെൽ ഉൾപ്പെടെ കാഴ്ചയൊരുക്കിയിരിക്കുന്ന എല്ലാ വസ്തുക്കളിലും പ്രിൻസിന്റെ കരവിരുത് കാണാനാകും. യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മയിൽ ക്രിസ്മസ് ആഘോഷിച്ച് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ. വത്തിക്കാനിലെ സെന്റ് പീറ്റർ ബസിലിക്കയിൽ ലിയോ 14 മാർപ്പാപ്പ തിരുപ്പിറവി ചടങ്ങുകൾക്കും പാതിരാ കുർബാനയ്ക്കും കാർമ്മികത്വം വഹിച്ചു. മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷമുള്ള ലിയോ 14 ആദ്യ ക്രിസ്മസ് കൂടിയാണിത്. അപരിചിതരോടും ദരിദ്രരോടും ദയ കാണിക്കണമെന്ന് വിശ്വാസികളോട് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. സഹായം വേണ്ടവനെ അവഗണിക്കുന്നത് ദൈവത്തെ അവഗണിക്കുന്നതിന് തുല്യമാണെന്നും ക്രിസ്മസ് രാവിലെ ദിവ്യബലിയിൽ മാർപ്പാപ്പ വിശ്വാസികളോട് പറഞ്ഞു.
ഗാസയിലെ സംഘർഷം അയഞ്ഞതോടെ 2 വർഷത്തിനു ശേഷം യേശുദേവന്റെ ജന്മസ്ഥലമായ ബെത്ലഹേമിൽ ക്രിസ്മസ് ആഘോഷം പൂർണ്ണതോതിൽ നടന്നു. ഗൾഫിലെ ആരാധനാലയങ്ങളിലും തിരുപ്പിറവി ആഘോഷം നടന്നു. സ്വാതന്ത്ര്യസമര സേനാനി മദൻ മോഹൻ മാളവ്യയുടെ സമാഹരിച്ച കൃതികളുടെ അവസാന വോള്യം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കും. 11 വാല്യങ്ങളുടെ ആദ്യ പരമ്പര പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ പുറത്തിറക്കിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 28-ന് രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 129ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും മൈ ജിഒവി, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800-117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ മറ്റന്നാൾ വരെ അറിയിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മവാർഷിക ദിനമായ ഇന്ന് രാഷ്ട്രം സദ്ഭരണ ദിനമായി ആചരിക്കുന്നു. അദ്ദേഹത്തിന്റെ 101ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്നൌ സന്ദർശിക്കും. ഉച്ചയ്ക്ക് 2:30-ന് രാഷ്ട്രപ്രേരണ സ്ഥൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തെ ശ്രീ മോദി അഭിസംബോധന ചെയ്യും. 65 ഏക്കർ വിസ്തൃതിയിൽ 230 കോടി രൂപ ചെലവിലാണ് രാഷ്ട്രപ്രേരണ സ്ഥൽ നിർമ്മിച്ചിരിക്കുന്നത്. സദ്ഭരണത്തിന് പ്രാധാന്യം നൽകിയ മഹത് വ്യക്തിത്വമായിരുന്നു മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി എന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സദ്ഭരണ ദിനത്തിൽ വാജ്പേയിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവസാന വരിയിലെ അവസാന വ്യക്തിക്ക് വരെ സേവനം നൽകുകയും ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് സദ്ഭരണം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പരിപാടിക്കെത്തിയ എല്ലാവർക്കും ഗവർണർ ഊഷ്മളമായ ക്രിസ്മസ് ആശംസകൾ നേർന്നു. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിന്മേലുള്ള പരാതികളും അവകാശവാദങ്ങളും സ്വീകരിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയായി. പരാതികളും അവകാശവാദങ്ങളും ജനുവരി 22 വരെ സമർപ്പിക്കാം. കേരളത്തിൽ കോർപ്പറേഷൻ മേയർ, ഡെപ്യൂട്ടി മേയർ, മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ പദവികളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. മേയർ, ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് രാവിലെ 10:30-നും ഡെപ്യൂട്ടി മേയർ, വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് ശേഷം 2:30-നുമാണ്. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് 27-ന് രാവിലെ 10:30-നും വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് 2:30-നും നടക്കും. തൃശൂർ കോർപ്പറേഷൻ മേയർ ആയി ഡോക്ടർ നിജി ജസ്റ്റിനെയും ഡെപ്യൂട്ടി മേയറായി എ പ്രസാദിനെയും പ്രഖ്യാപിച്ചു. ഡിസിസി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് വാർത്താ സമ്മേളനത്തിലാണ് പ്രഖ്യാപനം നടത്തിയത്. എല്ലാവരുടെയും കൂട്ടായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രഖ്യാപനമെന്ന് ജോസഫ് ടാജറ്റ് പറഞ്ഞു. മണ്ഡലപൂജയ്ക്ക് അയ്യന് ചാർത്താനുള്ള തങ്ക അങ്കി വഹിച്ചുള്ള രഥഘോഷയാത്ര നാളെ ശബരിമല സന്നിധാനത്തെത്തും. വൈകിട്ട് 3-ന് പമ്പയിൽ നിന്ന് പുറപ്പെട്ട് 5-ഓടെ ശരംകുത്തിയിൽ എത്തിച്ചേരുന്ന ഘോഷയാത്രയെ സന്നിധാനത്തേക്ക് ആനയിക്കും. മറ്റന്നാൾ ഉച്ചയ്ക്കാണ് മണ്ഡലപൂജ. കാസർഗോഡ് ജില്ലയിലെ അലാമി പള്ളി മുതൽ മടിയൻ വരെയുള്ള പ്രമുഖ സ്വാതന്ത്ര്യസമര സേനാനികളുടെയും സാംസ്കാരിക നായകരുടെയും ജന്മകർമ്മഭൂമികളിലൂടെയുള്ള ദേശീയ പൈതൃക ഇടനാഴി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സന്ദർശിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ. മഹാകവി പി കുഞ്ഞിരാമൻ നായർ, സ്വാതന്ത്ര്യസമര സേനാനികളായ വിദ്വാൻ പി കേളു നായർ, AC കണ്ണൻ നായർ, രസിക ശിരോമണി, കെ മാധവൻ നായർ, വിദ്വാൻ KK നായർ, ലോകപ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ എന്നിങ്ങനെ 7 പേരുടെ കർമ്മഭൂമിയായാണ് ഈ പൈതൃക ഇടനാഴി അറിയപ്പെടുന്നത്. 500ഓളം വർഷം പാരമ്പര്യമുള്ള ഇക്കേരിയൻ രാജവംശം നിർമ്മിച്ച ഹോസ്ദുർഗ് കോട്ട, തെക്കേ അറ്റത്ത് അത്രത്തോളം തന്നെ പഴക്കമുള്ള അള്ളട സ്വരൂപ ആസ്ഥാനമായ മടിയൻകുലം ക്ഷേത്രം, അതിനിടയിൽ 7 കിലോമീറ്റർ വരുന്നതാണ് ഈ ഇടനാഴി. കായിക പ്രേമികൾക്ക് ആവേശമായി ലോക ജേതാക്കളായ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം തിരുവനന്തപുരത്ത്. അനന്തപുരിയിലെത്തിയ ലോക ജേതാക്കൾ 26, 28, 30 തീയതികളിൽ നടക്കുന്ന മത്സരങ്ങളിൽ ശ്രീലങ്കയുമായി ഏറ്റുമുട്ടും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. പ്രധാന വാർത്തകൾ വീണ്ടും. യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി വിശ്വാസികൾ. ക്രിസ്മസ് ദിനത്തിൽ ഡൽഹിയിലെ കത്തീഡ്രൽ ഓഫ് റിഡംഷൻ സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സദ്ഭരണ ദിനാചരണത്തോടനുബന്ധിച്ച് ഇന്ന് ലക്നൌവിലെത്തുന്ന പ്രധാനമന്ത്രി രാഷ്ട്രപ്രേരണ സ്ഥൽ ഉദ്ഘാടനം ചെയ്യും. സദ്ഭരണത്തിന് പ്രാധാന്യം നൽകിയ മഹത് വ്യക്തിത്വമായിരുന്നു മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി എന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കേരളത്തിൽ കോർപ്പറേഷൻ മേയർ, ഡെപ്യൂട്ടി മേയർ, മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ പദവികളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നാളെ നടക്കും.
മണ്ഡലപൂജയ്ക്ക് അയ്യന് ചാർത്താനുള്ള തങ്ക അങ്കി വഹിച്ചുള്ള രഥഘോഷയാത്ര തുടരുന്നു. നാളെ സന്നിധാനത്തെത്തും. കായിക പ്രേമികൾക്ക് ആവേശമായി ലോക ജേതാക്കളായ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം തിരുവനന്തപുരത്ത്. ശ്രീലങ്കയുമായുള്ള മത്സരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.